നെഗോഷിയേഷൻ പ്രോസസ്സ് തുടരും. അത് ഖത്തറിൻ്റെ ഒരു സവിശേഷതയാണ്. അപ്പോൾ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നെഗോഷിയേറ്റിംഗ് രാജ്യങ്ങൾ, ഒന്ന് നോർവേയും ഒന്ന് ഖത്തറുമാണ്. ഖത്തറാണ് യുക്രൈൻ റഷ്യ യുദ്ധത്തിലും കുട്ടികളെയൊക്കെ വിട്ടയക്കാൻ വേണ്ടി അവർ തന്നെയായിരുന്നു നെഗോഷിയേഷൻ നടത്തിയത്. അപ്പോൾ ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിലും ഒരു മികച്ച മധ്യസ്ഥൻ എന്ന നിലയിൽ ഖത്തർ തുടരും എന്ന് തന്നെയാണ് അവർ ഉറപ്പിച്ച് പറയുന്നത്. അതിനർത്ഥം അവരിപ്പോൾ ചാടിയിറങ്ങി യുദ്ധം ചെയ്യാൻ പോകുന്നു എന്നുള്ളതല്ല, അവരങ്ങനെ ചെയ്യില്ല. പക്ഷേ ഈ ഇപ്പോൾ ഉച്ചകോടി നടക്കാൻ പോകുന്നെന്ന് പറയുന്നു തിങ്കളാഴ്ച മറ്റും ഞായറും തിങ്കളുമായിട്ട്. ആ ഉച്ചകോടിയിൽ കുറേ കൂടി ശക്തമായ ഒരു അപലപനം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അതിലുപരി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, UK പ്രൈം മിനിസ്റ്റർ കീത്ത് സ്റ്റാമർ ഇന്ന് ഖത്തർ അമീറിനെ വിളിച്ച് ഫോണിൽ സംസാരിച്ചു. അപ്പോൾ ബ്രിട്ടൻ പൊതുവെ ഇസ്രായേലിനോട് അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇസ്രായേലിൻ്റെ എല്ലാ പ്രൊപ്പഗൻഡകളെയും വഹിക്കുന്ന ഒരു സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ അവർക്കുണ്ട്, BBC എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ. പൊതുവെ ട്രഡീഷണലി പരമ്പരാഗതമായിട്ട് ബ്രിട്ടൻ എപ്പോഴും ഇസ്രായേലിനൊപ്പം നിൽക്കുന്നതാണ്. പക്ഷേ ഇന്ന് ഖത്തറിൻ്റെ പരമാധികാരത്തിന് മേലുള്ള ആക്രമണമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അതിശക്തമായ ഭാഷയിലാണെന്ന് UK പ്രതികരിച്ചത്. ഇപ്പോൾ അദ്ദേഹം ഖത്തർ അമീറുമായി സംസാരിക്കുകയും ചെയ്തു. പൊതുവെ യൂറോപ്യൻ രാജ്യങ്ങൾ, ഇപ്പോൾ ഫ്രാൻസ് ആകട്ടെ UK ആവട്ടെ, എല്ലാവരും ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കുന്ന രാജ്യങ്ങളായിരിക്കും തന്നെ ഈ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. കാരണം ഖത്തറിൻ്റെ പരമാധികാരത്തെ തങ്ങൾ ബഹുമാനിക്കുന്നു അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഞാൻ നോക്കുന്നത് US ട്രംപിൻ്റെ നിലപാട് എന്താണ്? കാരണം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം US-ൻ്റെ വ്യോമത്താവളമുള്ള ഒരേ ഒരു GCC രാജ്യമാണ് ഖത്തർ. അതായത് ഖത്തറിൻ്റെ സുരക്ഷ എന്ന് പറയുന്നത് അമേരിക്കയുടെ ചുമതലയാണ്. അതുകൊണ്ടാണ് അവിടെ വ്യോമത്താവളം സ്ഥാപിക്കാൻ അനുവദിച്ചിട്ടുള്ളത്. ഇപ്പോൾ 1 ഡസനോളം ഫൈറ്റർ ജെറ്റുകൾ ഇസ്രായേലിൽ നിന്ന് പറന്ന് ഖത്തറിൽ വന്ന് ബോംബിട്ട് തിരിച്ചുപോയി. ഖത്തറിൻ്റെ വ്യോമത്താവളം അവിടെയുണ്ട്. അമേരിക്ക അറിയാതെ അവിടെ അത് നടക്കുമോ? ഇല്ല. അതായത് ഈ ഫൈറ്റർ ജെറ്റുകൾ വരുന്നതൊക്കെയും ബോംബിടുന്നതും എല്ലാം അവർ നോക്കിക്കൊണ്ടിരിക്കണം. കാരണം അത്തരം ഒരു ബോംബ് അവരുടെ വ്യോമത്താവളത്തിൽ വീഴരുതല്ലോ, അവരത് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖത്തറിനെ ബോംബ് ചെയ്യാൻ അമേരിക്ക സമ്മതം കൊടുത്തിട്ട് തന്നെയാണ് സംഭവിച്ചത്. അതല്ല എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നും ഇപ്പോൾ നമ്മുടെ മുമ്പിലില്ല.